രണ്ട് ചാരന്മാർ ഉം. രണ്ട് രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഉം. അത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിലേക്ക് പെടാനുള്ള സാധ്യതകളില്ല. ഉം. ഈ രണ്ട് ചാരന്മാർ എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുകാരാണ് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നവർ. കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരെന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഉം. സാഗൂതം ശ്രദ്ധയോടെ കാത്തിരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഉം. ഇവരുടെ രണ്ടുപേരുടെയും തീരുമാനത്തിന്റെ ഫലമായിട്ട് തന്നെ ജിയോ പൊളിറ്റിക്സ് മാറി പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ രണ്ട് രാഷ്ട്രങ്ങളാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും പ്രത്യയശാസ്ത്രപരമായിട്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുക കൂടി ചെയ്തതാണ്. ഉം. അപ്പോൾ ഈ രാഷ്ട്രങ്ങളുടെ തലവന്മാർ അതിസങ്കീർണമായിട്ടുള്ള വഴികളിലൂടെ കടന്നു വന്നതാണ്. ഉം. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചുകൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഉം. അടുത്ത നമ്മുടെ ശത്രു എന്ത് ചെയ്യും എന്നുള്ളത് ഉം. പ്രെഡിക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവരെപ്പോഴും കാര്യങ്ങൾ നീക്കുപോക്ക് നടത്തുന്നത് പോലും. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ രണ്ട് ചാരന്മാർ, പേര് എനിക്കറിയാം, റോബിൻജിക്കും അറിയാം, പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ചാരന്മാരുടെ പേരെന്താണ്, അവർ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, ഈ ചാരവൃത്തിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ്? എല്ലാ അർത്ഥത്തിലും ലോകത്തെ നിയന്ത്രിക്കുന്ന രണ്ട് പേരാണ്. ഒരാളുടെ പേര് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നാണ്. മറ്റൊരാളുടെ പേര് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇവരുടെ രണ്ടുപേരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രജിത നിരീക്ഷിച്ചതുപോലെ ഇവർ രണ്ട് സ്പൈ പ്രവർത്തകരായിരുന്നു, ചാരപ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഈ ചാരപ്രവൃത്തി എന്നത് ഇവർ തമ്മിലുള്ള സമാനതകൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവരുടെ സമീപനങ്ങൾ, ഇതൊക്കെ ഒരു ഇൻ്റലിജൻസ്, ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, ഇൻ്റലിജൻസ് മാനസികാവസ്ഥ വ്യക്തമായി കാണാം. ഒരു മാർജാര സ്വഭാവമുണ്ട്. നമ്മളൊരു മാർജാറിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ, ഒരു പുലി പതുങ്ങി വരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പല മൃഗങ്ങളെയും നമുക്ക് കാണാം. ഒരു സമയത്ത് നമ്മൾ സിംഹത്തെ പോലെ നിൽക്കുന്ന പോലെ കാണാം, പക്ഷെ ചില സമയത്ത് ഒരു പുലിയെ പോലെ പതുങ്ങി വരുന്നത് കാണാം. ഏത് സമയത്ത് ഒരു വ്യാഘ്രമായിട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട്, പൊടുന്നനെയായിരിക്കും അത്തരം തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ചാൽ സമാനത എങ്ങനെയൊക്കെയാണെന്ന് ഇവരുടെ ലൈഫിനെ കുറിച്ച് ഒറ്റയടിക്കതിങ്ങനെ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ടൈം ഫ്രെയിമിനുള്ള നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും വിപുലമാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്, ഒക്കെയുണ്ട്. അത്തരം പുസ്തകങ്ങളൊക്കെ നമുക്ക് പിന്നീട് പ്രേക്ഷകർക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. എങ്കിലും ഒരു ഓട്ടപ്രദർശനം നടത്തുമ്പോൾ പുടിനെ കുറിച്ച് പറഞ്ഞാൽ, ചാരപ്രവർത്തനത്തിൻ്റെ നിഴലിൽ നിന്നും ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് വന്ന ആളെന്ന ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ കുപ്രസിദ്ധമായ രഹസ്യാന്വേഷണ വിഭാഗമായ KGBയുടെ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം 70കളിൽ ലെനിൻഗ്രാഡിലെ KGB സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായിട്ടാണ് ജോലിയിൽ കയറുന്നത്. ഒരു ക്ലറിക്കൽ ജോബിൽ തുടങ്ങിയ അദ്ദേഹം അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് വിദേശ ഇൻ്റലിജൻസ് ദൗത്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രത്യേക പരിശീലനം അവിടെ വെച്ചാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അവരുടെ പരിപാടി എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൽ വിദേശ ചാരന്മാർക്കെതിരായ കൗണ്ടർ ഇൻ്റലിജൻസ്, ഇവിടെ വന്നിട്ട് വിദേശ ചാരപ്രവർത്തനം നടത്തുന്നവരെ ഇല്ലാതാക്കി കളയുക, അവർക്ക് കൗണ്ടറായിട്ടുള്ള ഇൻ്റലിജൻസ് നടത്തുക, കബളിപ്പിക്കൽ തന്ത്രങ്ങൾ, ആളുകളെ കബളിപ്പിക്കുക, ആളുകളുടെ ചിന്തകളെ മാറ്റിയിട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതല്ല ചെയ്യുന്നതെന്ന് നടത്തുക എന്ന് പറയുന്ന ആ ഒരു കബളിപ്പിക്കൽ രീതിയുണ്ട്. അതിൽ ആഴത്തിലുള്ള വൈദഗ്ധ്യം നേടിയ ആളാണ് പുടിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് അദ്ദേഹത്തിന് കിഴക്കൻ ജർമ്മനിയിൽ ദൗത്യം ഉണ്ടായിരുന്നു. ശീതയുദ്ധകാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ 90കളിലൊക്കെ അദ്ദേഹം ജർമ്മനിയിലെ KGB ഓഫീസിൽ അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു. അന്നുണ്ടായിരുന്ന ലൈൻ ഓഫ് ഡയറക്ടറേറ്റ് എസ് എന്ന വിഭാഗമുണ്ട്, അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്തത്. അപ്പം പ്രാദേശികമായിട്ട് KGBയുടെ ഓഫീസും ഈസ്റ്റ് ജർമ്മനിയുടെ സെക്യൂരിറ്റി വിഭാഗവും അലൈൻ ചെയ്തുകൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അത് ഏകോപിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. അദ്ദേഹം അപ്പം മനസ്സിലായോ, അദ്ദേഹം ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഓരോ മുക്കും മൂലയും അദ്ദേഹത്തിന് നേരിട്ടറിയാം, പ്രവർത്തനങ്ങൾ കൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് സ്വാധീനം വന്നത് ഒരു ചാരൻ്റെ ലോകത്ത് നിന്ന് ലഭിച്ച പരിശീലനം, ഒരു ചാരൻ്റെ പരിശീലനം, അതായത് വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം, പ്രതിയോഗികളുടെ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി കണക്കൂട്ടി മനസ്സിലാക്കൽ, കർശനമായിട്ടുള്ള അച്ചടക്കം, ഡിസിപ്ലിൻ, അത് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടപ്പെട്ട രാഷ്ട്രീയ ശൈലിയെ നിർമ്മിച്ചു. ഇന്നിപ്പോൾ കാണുന്ന പവർഫുൾ ആയിട്ടുള്ള പുടിൻ്റെ രാഷ്ട്രീയ ശൈലിയെ നിർമ്മിച്ചത് ഈ രഹസ്യ സ്വഭാവവും പ്രതിയോഗിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള കണക്കൂട്ടാനുള്ള കഴിവും അച്ചടക്കവുമാണ് എന്ന് കാണാം. ഇത് പുടിനെ നിർമ്മിച്ചത് ഇങ്ങനെയാണെങ്കിൽ
എങ്ങനെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് കാണുന്ന നേതാവായത്? ഒരു കമാൻഡോ പശ്ചാത്തലമായിരുന്നു അദ്ദേഹത്തിന്. നെതന്യാഹു ഒരു ക്ലാസിക്കൽ ചാരപ്രവർത്തകനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഭംഗിയായിട്ടും അത് ക്ലാസിക് എക്സാമ്പിളാണ് അദ്ദേഹം. സൈനിക പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ അപകട സാധ്യതയുള്ള രഹസ്യ ദൗത്യങ്ങളുടെ കാതലായിട്ട് കാണുന്നു. സൈനികമായിട്ടുള്ള പരിശീലനം, ദൗത്യങ്ങൾ നടത്താനുള്ള തൻ്റെ ഇടം, അതാണ് അതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലി പ്രതിരോധ സേനയുടെ IDFൻ്റെ ഏറ്റവും ഉയർന്നതും അതീവ രഹസ്യ സ്വഭാവമുള്ളതുമായ പ്രത്യേക ദൗത്യ യൂണിറ്റിലാണ്, സ്പെഷ്യൽ ഓപ്പറേഷൻ യൂണിറ്റിലാണ് നെതന്യാഹു 67 മുതൽ 72 വരെ സേവനം അനുഷ്ഠിച്ചത്. ഈ യൂണിറ്റ് തന്ത്രപരമായ രഹസ്യാന്വേഷണ ശേഖരത്തിനും ബന്ദികളുടെ വിമോചനത്തിനും പേര് കേട്ടതാണ്. അതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബന്ദികളെ മോചിപ്പിക്കൽ. 72 പാലസ്തീൻ തീവ്രവാദികൾ റാഞ്ചിയ സബീന എയർലൈൻസിൻ്റെ വിമാനത്തിലെ റാഞ്ചികളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ മുൻനിര പോരാളിയായി നിന്നത് നെതന്യാഹു ആണ്. അന്ന് അദ്ദേഹത്തിന് വെടിയേറ്റു, തീവ്രവാദികളുടെ അടുക്കൽ നിന്ന് വെടിയേറ്റു. അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ 68 ലെബനനിലെ ഇസ്രായേലി റെയ്ഡിൽ അദ്ദേഹം അതിർത്തി കടന്ന് ആക്രമണങ്ങളിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ സ്വാധീനം എന്ന് പറയുന്നത് ഉയർന്ന സമ്മർദ്ദത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് ഈ പരിശീലനങ്ങൾ അദ്ദേഹത്തിന് നൽകി. എന്തെങ്കിലും ഒരു വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാനെ ആക്രമിക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കുന്നത് വളരെ പെട്ടെന്നാണ്. അതല്ലെങ്കിൽ പാലസ്തീൻ തീവ്രവാദികൾ ഹമാസ് രാജ്യത്തെ നിരാലംബരായ ആളുകളെ തട്ടിക്കൊണ്ടുപോയ അല്ലെ വെടിവെച്ച് കൊന്നതിൽ തിരിച്ചടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് 2 ദിവസം പാർലമെന്റ് കൂടിയിട്ടൊന്നല്ല, ഇമ്മീഡിയറ്റ് തീരുമാനമാണ്. അപ്പോൾ അങ്ങനത്തെ സമ്മർദ്ദങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. അസാധ്യമായ ദൗത്യങ്ങൾ പോലും ആസൂത്രണം ചെയ്യാനുള്ള വൈദഗ്ധ്യം, ശത്രുവിനെ കുറിച്ച് വ്യക്തമായ ധാരണ, ഇതൊക്കെയാണ് ദേശീയ സുരക്ഷാ കേന്ദ്രീകൃതമായ ഒരു നേതൃത്വത്തിന് അദ്ദേഹത്തിന് അടിത്തറയിടാൻ കാരണമാകും. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ താല്പര്യമാണ് പ്രധാനം. നമ്മുടെ നരേന്ദ്രമോദിജിയെ പോലെ സ്വന്തം രാജ്യത്തിന് താല്പര്യമാണ് പ്രധാനം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സുരക്ഷയാണ് പ്രധാനം എന്ന് പറയുന്നത്. ആ തീരുമാനം എടുക്കാനുള്ള കഴിവ് പക്ഷെ നമ്മൾ ഇത്ര പെട്ടെന്ന് എടുക്കില്ല. നമ്മൾ വളരെ സാവധാനത്തിൽ ആലോചിച്ച് നമ്മൾ തീരുമാനം എടുക്കുള്ളൂ. എടുത്താൽ എടുത്തതാണ്. അതാണ് നമ്മളെ രീതി എന്ന് പറയുന്നത്. അപ്പം നെതന്യാഹുവിൻ്റെ സഹോദരൻ യോനാഥൻ നെതന്യാഹു ഒരു എൻഡിബൈ ഓപ്പറേഷൻ ആയിരുന്നു. അവിടെ വെച്ചാണ് വീരമൃത്യു പ്രാപിച്ചത്. ഇത് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ കൂടുതൽ സ്വാധീനിക്കാൻ കാരണമായി. അതിലൊരു പ്രതികാര മനോഭാവം, ശത്രുവിനോടുള്ള, രാജ്യത്തിന് വേണ്ടി മരിച്ച വീരമൃത്യു പ്രാപിച്ച തൻ്റെ സഹോദരനോട് വേണ്ടിയും കൂടി പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടായത്. ഇനി ഈ രണ്ടുപേരും കൂടെ, അവരെ രണ്ടുപേരും പുട്ടിൻ്റെയും നെതന്യാഹുവിൻ്റെ അത്ഭുതകരമായ സമാനതകളൊന്ന് പരിശോധിച്ചാൽ, അത്ഭുതകരമായ സമാനതകളാണ് രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും, ഇവരുടെ രണ്ടുപേരുടെയും അധികാരം കൈകാര്യം ചെയ്യുന്ന രീതികളിലും നയങ്ങളിലും സമാനമായ ഇൻ്റലിജൻസ് മെൻറ്റാലിറ്റിയാണ്, അതിൻ്റെ സൂക്ഷ്മതയാണ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സമീപനം രണ്ടു പേർക്കുമുണ്ട്. പുട്ടിൻ്റേത് സുരക്ഷാ ഇൻ്റലിജൻസ് പരിശീലനമാണെങ്കിൽ, ചാരപ്രവർത്തന റിക്രൂട്ട്മെൻറ്റ് കൗണ്ടർ ഇൻ്റലിജൻസ് ഉള്ള പരിശീലനമാണെങ്കിൽ, അതേസമയം നെതന്യാഹുവിൻ്റേത് സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻസ് ആണ്. ബന്ദികളുടെ വിമോചനം, രഹസ്യമായി മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെല്ലൽ. മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെല്ലലൊക്കെ പുട്ടിൻ റഷ്യ ആക്രമണം പോലെ അല്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ഭൂഖണ്ഡാന്തരം മിസൈൽ അടിച്ചിട്ട് ഇറാനെ ആക്രമിക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ കടന്നു ചെല്ലാനുള്ള ധൈര്യം, രഹസ്യവും പരസ്യവുമായി കടന്നു ചെല്ലാനുള്ള ധൈര്യമുണ്ട്. രാഷ്ട്രീയ ശൈലി പുട്ടിൻ്റേത് കർശനമായതും കണക്കൂട്ടിയതുമാണ്, സീറോ ടോളറൻസ് ശൈലിയാണ്. അതേസമയം നെതന്യാഹുവിൻ്റെ ദേശീയ സുരക്ഷയെ മുൻനിർത്തിയുള്ള ദൃഢമായ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് നിലപാടാണ്. രണ്ടും പേരും സീറോ ടോളറൻസ്, വിട്ടുവീഴ്ചയില്ല. ഭീഷണികളെ വിലയിരുത്തുന്നതിനുള്ള കഴിവ് പുട്ടിൻ്റേത് ഭീഷണികളുടെ സിസ്റ്റം തലത്തിലും തന്ത്രപരമായിട്ടും വായിക്കാൻ അറിയാം. സിസ്റ്റമാറ്റിക്കായിട്ട് നോക്കും, അതിന് ശാസ്ത്രീയമായിട്ട് സമീപിക്കും, തന്ത്രപരമായിട്ട് നോക്കും, നയതന്ത്രപരമായി ഇടപെടും. അതേസമയം നെതന്യാഹുവിൻ്റെതോ ശത്രുവിൻ്റെ ഇറാനും പാലസ്തീൻ ഗ്രൂപ്പുകൾക്ക് പോലുള്ള ഗ്രൂപ്പുകളുടെ നീക്കങ്ങളെ സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കും, ദൗത്യപരമായിട്ട് അതിനെ അറ്റംപ്റ്റ് നടത്തിക്കളയും. അങ്ങനെ രണ്ട് തരത്തിലും പ്രാക്ടിക്കൽ രൂപം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനും ഉള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അധികാരത്തിലെ സ്ഥിരതയ്ക്ക് നോക്കിയാൽ പുട്ടിൻ 20 വർഷത്തിലേറെയായി റഷ്യയുടെ ശക്തനായ നേതാവാണ്. ക്രൈസിസ് മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാലം സേവനം ചെയ്ത പ്രധാനമന്ത്രിയാണ്. ദീർഘകാല അധികാര തന്ത്രങ്ങളുണ്ട് നെതന്യാഹുവിന്. ഇതും സമാനതകളുണ്ട്. ഇപ്പോൾ രണ്ടുപേരുടെയും നയതന്ത്രം വേഴ്സസ് പ്രവർത്തനം നോക്കുമ്പോൾ, പ്രാക്ടിക്കൽ സൈഡ് നോക്കുമ്പോൾ, ചർച്ചകളിലേക്കാൾ ശക്തിയിൽ ഊന്നിയുള്ള യുക്തിപരമായ നീക്കങ്ങളെക്കാൾ തന്ത്രപരമായ പ്രവൃത്തികളെ പിന്തുണയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്? പുട്ടിൻ. മറ്റേയാളെന്താ ചെയ്യുന്നത്? നയതന്ത്ര തലത്തിൽ പോലും ദേശീയ സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ സൈനിക നീക്കത്തിന് മടിക്കാത്ത നേതാവാണ്. അവിടെ നയതന്ത്രമൊന്നുമില്ല, നമ്മളെ പോലെ ചേരി ചേരാൻ നയമൊന്നുമില്ല, ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. അപ്പോൾ ഈ തരത്തിലുള്ള രണ്ട് നേതാക്കൾ ഇവർ പക്ഷേ സത്യത്തിൽ
ആശയപരമായിട്ട് ഇരു ധ്രുവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകൾ വേറെയാണെങ്കിലും ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ട്. ഇപ്പം റഷ്യൻ നമുക്കറിയാം 12% ഇസ്രായേലിൻ്റെ 12% ആളുകൾ റഷ്യയിൽ നിന്ന് വന്നവരാണ്, റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ്, അവർ റഷ്യയെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ അവരുടെ വിശ്വാസങ്ങളൊക്കെ മറ്റതാണെങ്കിലും, ഒരാൾ ജൂതനും ഒരാൾ ക്രിസ്ത്യൻ വിശ്വാസമാണെങ്കിൽ പോലും 2 ധ്രുവങ്ങളിലൊക്കെ ആണെങ്കിലും ഈ തരത്തിൽ ഒരു വളരെ ശക്തമായിട്ടൊരു അന്തർധാര ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും ഏറ്റുമുട്ടൽ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവർ തമ്മിൽ ഇപ്പം ഇസ്രായേലിൻ്റെ ഏതെങ്കിലും നിലപാടുകൾ റഷ്യ അതിശക്തമായിട്ട് വിമർശിക്കുന്നത് വളരെ അപൂർവമായി തിരിച്ചും അങ്ങനെയാണ്. അപ്പോൾ പരസ്യമായി വിമർശനങ്ങളൊന്നും നടത്താറില്ല. കരുതലോടെ UN പോലുള്ള വേദികളിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുക. റഷ്യക്കറിയാം തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ മുൻബലവോ പിൻബലവോ തീർച്ചയായിട്ടും US ആണെന്നും US-ഉം റഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ ഇസ്രായേലിനും അറിയാം. അപ്പോൾ ഒക്കെ വളരെ കരുതലോടെ നീങ്ങുന്ന, എന്നാൽ ലോകത്തിനെ വളരെ കരുതലോടെ നിൽക്കുന്ന റഷ്യൻ ഒളിഗാർക്കുകൾ, റഷ്യൻ കോടീശ്വരന്മാർ ലോകത്ത് മുഴുവൻ ഭരിക്കത്തക്ക രീതിയിലുള്ള ധനസമ്പത്തിൻ്റെ കേന്ദ്രമായി മാറുന്ന പുട്ടിൻ്റെ പണിയാളുകളായി മാറുമ്പോൾ ലോകത്തിൻ്റെ എഞ്ചിനീയറിംഗ്, ലോകത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായി ലോകത്തെ മുഴുവൻ നയിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരുണ്ടാകുന്ന മൾട്ടി ഭീമന്മാർ മുഴുവൻ ജൂതന്മാരാണ്. നല്ലൊരു പദമാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലുകളാകുമ്പോൾ ആ 2 രാഷ്ട്രങ്ങളിലെ നേതാക്കൾ എങ്ങനെയാണ് അവരുടെ ചാരവൃത്തിയിൽ നിന്ന്, അവരുടെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് 2 രാജ്യങ്ങളെ ജാഗ്രതയോടെ തങ്ങളുടെ രാജ്യത്തെ നയിക്കുന്നത് എന്ന് നമുക്ക് ഇവരുടെ ജീവിതം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് ഒരു റോൾ മോഡലായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഇരുകൂട്ടിൽ നിന്നും പഠിക്കേണ്ട ഒരുപാട് മാനേജ്മെൻറ്റ് പാഠങ്ങളുണ്ട്, തന്ത്രങ്ങളുണ്ട്, പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. ആ തരത്തിൽ ഈ 2 പേരുടെ ജീവിതവും നമുക്കൊരു പാഠമായിരിക്കണം എന്നാണ് എൻ്റെ നിരീക്ഷണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.